പണ്ടുകാലത്ത് മനുഷ്യരും കടലിൽ താമസിച്ചിരുന്നു. അവർ നീന്തിയും കെണിവെച്ചും മീൻ പിടിക്കും. എന്നിട്ട് കരയിൽ വന്ന് പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യും. കടലിൽ താമസിച്ചിരുന്ന ബില്ലുവിന് കൂട്ടിനൊരു കടൽ കുതിര ഉണ്ടായിരുന്നു. ഒരു ദിവസം കരയിൽ പോയി തിരിച്ചു വന്ന ബില്ലു കണ്ടത് കടൽ കുതിരയെ ഒരു സ്രാവ് വിഴുങ്ങുന്നതാണ്. ബില്ലുവിന് ദേഷ്യവും സങ്കടവും വന്നു. ഇതൊക്കെ ഒരു ഞണ്ട് കാണുന്നുണ്ടായിരുന്നു. അവൻ ബില്ലുവിനെയും കൂട്ടി ഒരു തിമിംഗലത്തിൻ്റെ അടുത്തേക്ക് പോയി. കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ തിമിംഗലം പതിയെ വരുന്നത് അവർ കണ്ടു. ഞണ്ട് മുമ്പിലേക്ക് ചെന്ന് തിമിംഗലത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ദിവസവും 500 മീനിനെ പിടിച്ചു തരണം, അതാണ് കൂലി, തിമിംഗലം പറഞ്ഞു. അത് ബില്ലുവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ സമ്മതിച്ചതായി അവൻ അഭിനയിച്ചു. എന്നാൽ ഞാൻ സ്രാവിനോട് യുദ്ധം ചെയ്തു വരാം. തിമിംഗലം സ്രാവിൻ്റെ അടുത്തേക്ക് പോയി. വൈകാതെ സ്രാവും തിമിംഗലവും തമ്മിൽ യുദ്ധം തുടങ്ങി. കടൽ ഇളകി മറിഞ്ഞു. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. അതാ തിമിംഗലത്തിനും സ്രാവിനും ഇടയിൽ ഒരു കടലാമ. ഭക്ഷണത്തിന് വേണ്ടിയല്ലാത്ത യുദ്ധം കടലിനെ നശിപ്പിക്കും. മനുഷ്യർ ഇന്ന് തന്നെ കടൽ വിട്ടു പോകണം. ഇനി ഒരിക്കലും കടലിൽ താമസിക്കരുത്. ഇത് കടൽ ദേവതയുടെ സന്ദേശമാണ്. ദേവതയുടെ തീരുമാനം അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. തിമിംഗലവും സ്രാവും പിരിഞ്ഞുപോയി. ബില്ലുവും മറ്റുള്ളവരും കടലിലെ താമസം മതിയാക്കി കരയിലെത്തി. അങ്ങനെയാണത്രേ കടലിൽ താമസിക്കാനുള്ള കഴിവ് മനുഷ്യന് നഷ്ടപ്പെട്ടത്.